ഗിരീഷനും കോംബോ ഭയങ്കര അടിപൊളിയാണെന്നാണ് ഞാൻ ആ യൂട്യൂബ് കമന്റിൽ ഫുള്ള് കണ്ടത്. സോ വാട്ട് യു സേ? ഇത് മൂന്നാമത്തെ പടമല്ലേ? മൂന്നാമത്തെ പടമല്ലേ? ഇത് അഞ്ചാമത്തെ പടം. ഞങ്ങൾ ഒരുമിച്ച്. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു കോംബോ വർക്കൗട്ട് ആണെന്ന് അറിയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അല്ല, എന്നെ വിളിക്കുന്ന ഗിരീഷേട്ടനാണ്. അപ്പോൾ ഗിരീഷേട്ടനായിരിക്കും അതിന് മറുപടി പറയാൻ കുറച്ചുകൂടി. ഓക്കെ ഓക്കെ, അപ്പൊ എന്താ പിന്നെ ഗിരീഷേട്ടൻ തന്നെ ചോദിക്കാം. ഗിരീഷേട്ടാ, അത് നമുക്ക് സിനിമയെ പറ്റി പറയാം. ഞാൻ ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റൂം കോമാണ്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ എല്ലാ വിശ്വാസം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാ ഫാമിലിക്കും പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. നല്ല മ്യൂസിക്കാണ്, പോയി കാണുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, എഡിറ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ച്വലി നെസ്ലിൻ്റെ കൂടെ ഗിരീഷേട്ടൻ്റെ കൂടെ ഒക്കെ തണ്ണീർമത്തൻ തുടങ്ങി ഉണ്ടായിരുന്നു. തണ്ണീർമത്തിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിരുന്നു. പിന്നെ ഇതിലേക്ക് വിളിച്ച ഗിരീഷേട്ടനാണ്. ഇവരൊന്നും പറയാത്ത എന്തെങ്കിലും ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നു. ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വിഷ്വലി ഭയങ്കര ഫ്രഷായിരിക്കും. ട്രെയിലർ കണ്ടിട്ടും കൂടുതലും എല്ലാവരും വിഷ്വൽസിനെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫൺ ഉറപ്പായിട്ടും ഉണ്ടാവും. ഹൈദരാബാദ് ആണല്ലേ, അതുകൊണ്ടാണല്ലേ പ്രേമലു. അതെ, ഓക്കെ. ഹൈദരാബാദ് സ്റ്റോറി പറഞ്ഞപ്പോഴാണ് മമിത ഭയങ്കര കരച്ചിലായിരുന്നു നമ്മളോ ഞങ്ങൾ കേട്ടത്. ഗിരീഷേട്ടനെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഗിരീഷേട്ടനാണോ ശ്യാംചേട്ടനാണോ വിളിച്ചത്? ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാരാ പറഞ്ഞ്? ഇത് എവിടെന്നോ വന്നൊരു ഇൻഫർമേഷൻ ആണ്. എനിക്ക് മിസ് ചെയ്തോ നമ്മുടെ ക്രൂവിന്റെ? ഉറപ്പായിട്ടും എനിക്ക് കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റായിരുന്നു പ്രേമലുവിൻ്റേത്. അപ്പം ഞങ്ങളെല്ലാവരും നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരു ഫാമിലിയെ പോലെയായിരുന്നു അവിടെ. കാരണം ഒന്നാമത് അന്യനാടാണ്, അവിടെ ഞങ്ങൾ മാത്രമേ മലയാളികളായിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമാണ്. അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ 1.5 മാസത്തോളം അവിടെ നിന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗിരീഷാനെ വിളിച്ചിട്ട് ഞാൻ കരഞ്ഞോ? വിഷമം പറഞ്ഞു, വിഷമമുണ്ടായി. പിന്നെ പക്ഷെ എന്നാലും അതുകൊണ്ട് ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷം. അടിപൊളി, താങ്ക് യു. അഖില, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് നമ്മുടെ മൂവിനെ പറ്റി പറയാനുള്ളത്? എല്ലാവരും പറഞ്ഞത് തന്നെയാണ്, ഒരു ഫൺ റൈഡ് ആയിരിക്കും, ഒരു റൊമാൻറ്റിക് പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് ഗിരീഷേട്ടനായിരുന്നു. അതുപോലെ പൂവരായാലും ഇതിപ്പോൾ മൂന്നാമതും ഗിരീഷേട്ടനോട് തന്നെ ആയത് വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആയതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ മമിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചതൊക്കെ. അത് ഞങ്ങൾ 3 പേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ, അവർ 3 പേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരി തമാശയൊക്കെ പടം കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗെദറൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണും.